ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ രാമൻ്റെയും കൃഷ്ണൻ്റെയും വിദ്യാഭ്യാസം ഒക്കെ പൂർത്തിയായി. സാന്ദീപനി മഹർഷിക്ക് ഗുരുദക്ഷിണയൊക്കെ അവർ കൊടുത്ത ആ ഭാഗം നമ്മൾ കണ്ടു. അതിനുശേഷം അവർ മധുരയിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ഒരു ദിവസം സത്യസന്ധനും ഭക്തനുമായിരുന്ന ഒരു യാദവ ശ്രേഷ്ഠൻ, അയാളുടെ പേര് ഉദ്ധവർ മധുരയിലെ മന്ത്രിയായിരുന്നു. കൃഷ്ണനായിരുന്നു നിയമിച്ചത്. കൃഷ്ണനോട് വളരെ കൂറുള്ള ഒരു ഭക്തനായിരുന്നു ഉദ്ധവർ. ഈ ഉദ്ധവരെ കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ചെന്ന് അച്ഛനെയും അമ്മയും ഒക്കെ കണ്ട് അവരെ സമാധാനിപ്പിക്കണം. ഗോപന്മാരെയും ഗോപികളെയും ഒക്കെ കണ്ട് അവരെയും സമാധാനിപ്പിക്കണം. കാരണം ഒരു സുപ്രഭാതത്തിൽ ഒന്നും പറയാതെ മധുരയിലേക്ക് പോന്നതാണ് കൃഷ്ണൻ. പിന്നെ അദ്ദേഹം തിരിച്ച് പോയില്ല. യാത്ര പോലും പറഞ്ഞില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്വന്തം മകനെ യാത്രയാക്കിയതാണ് യശോദ. തിരിച്ച് നന്ദഗോപർ മാത്രമാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആ സമയത്താണ് യശോദ അറിയുന്നത് ഇത്രയും കാലം തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ദേവകിയുടെ പുത്രനാണ് എന്ന്. അപ്പോൾ ആ അമ്മയ്ക്ക് എത്ര വേദനയുണ്ടാകും. കൃഷ്ണൻ പിന്നെ അങ്ങോട്ട് പോയതുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് താൻ അങ്ങോട്ടേക്ക് ഉടനെ തന്നെ വരാഞ്ഞത്? എന്തുകൊണ്ട് മധുരയിൽ തന്നെ ഇപ്പോഴും തങ്ങുന്നു എന്നുള്ള കാര്യമൊക്കെ അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉദ്ധവരെ ഗോകുലത്തിലേക്ക് ഭഗവാൻ അയച്ചു. കുറേ സമ്മാനങ്ങളുമൊക്കെ കൊടുത്തിട്ടാണ് അയക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യമൊക്കെ അവരെ ബോധ്യപ്പെടുത്തണം എന്ന് ഉദ്ധവരോട് കൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ ഈ ഉദ്ധവർ വൃന്ദാവനത്തിൽ എത്തിയ സമയം സന്ധ്യാസമയമായിരുന്നു. അവിടെ എന്താണ് ഉദ്ധവർ കണ്ട കാഴ്ച? ഗോപസ്ത്രീകൾ കിലുങ്ങുന്ന വളകളും അണിഞ്ഞിട്ട് കൈകളിൽ ദീപങ്ങളുമായി അവരവരുടെ ഗൃഹങ്ങളുടെ മുമ്പിൽ വന്നു നിന്നു. എന്നിട്ട് ആ ദീപങ്ങളുമായി അവിടെ നിന്ന് കൃഷ്ണനാമം ജപിക്കുന്നു. ഇരുട്ടാൻ തുടങ്ങിയതോടുകൂടി അവിടെ മുഴുവനും നെയ് വിളക്കുകളാൽ പ്രശോഭിതമായി. എങ്ങും സുഗന്ധപൂരിതം. എല്ലാവരും, ഈ ഗോപസ്ത്രീകൾ എല്ലാവരും തന്നെ മനോഹരങ്ങളായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ട് നാമജപം, അതായത് കൃഷ്ണൻ്റെ കീർത്തനങ്ങൾ ആലപിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇതാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഉദ്ധവർ പതിയനെ ഇതെല്ലാം കണ്ടുകൊണ്ട് അത്ഭുതത്തോടു കൂടി നന്ദഗോപരുടെ ഗൃഹത്തിന് അടുത്തെത്തുന്നു. നന്ദഗോപർ ഉദ്ധവരെ കാണുന്നു. ആനയിച്ച് ഗൃഹത്തിനകത്തേക്ക് കൊണ്ടുപോയി ബഹുമാനങ്ങളൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഉദ്ധവരോട് കൃഷ്ണൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. കണ്ണീരോടുകൂടിയാണ് നന്ദഗോപരും യശോദയും ചോദിക്കുന്നത്. അപ്പോൾ ഉദ്ധവർ കൃഷ്ണൻ്റെ ഉപനയനം കഴിഞ്ഞ കാര്യങ്ങളും വിദ്യാഭ്യാസം പൂർത്തിയായ കാര്യങ്ങളുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ യശോദ ചോദിക്കുകയാണ്. യശോദയുടെ മനസ്സിൽ അപ്പോഴും ഉണ്ണികൃഷ്ണനാണ്. ഇപ്പോഴും കുസൃതിയുണ്ടോ? മണ്ണും വെണ്ണയുമൊക്കെ വാരി കഴിക്കുമോ? ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് വലുതായി, വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായി, ഇപ്പം കാര്യപ്രാപ്തിയായി എന്നൊക്കെ അമ്മയോട് ഉദ്ധവർ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തൻ്റെ കുഞ്ഞ് വലുതായോ എന്നൊക്കെ ഓർത്തിട്ട് യശോദയ്ക്ക് അത്ഭുതം തോന്നുകയും ചെയ്യുന്നു. അതിനുശേഷം ഉദ്ധവർ കൃഷ്ണൻ കൊടുത്തുവിട്ട സമ്മാനങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഒട്ടും സങ്കടപ്പെടേണ്ട, ഉടൻ തന്നെ കൃഷ്ണൻ നിങ്ങളെ ഇവിടെ വന്ന് കാണും. അക്കാര്യം പറയാനാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്.
ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ ചില ഉത്തരവാദിത്തപ്പെട്ട ജോലികളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ പൂണുനൂൽ കല്യാണം ഒക്കെ കഴിഞ്ഞോ, ഉപനയനം കഴിഞ്ഞോ, വിദ്യാഭ്യാസം കഴിഞ്ഞോ, എൻ്റെ കുഞ്ഞിപ്പം വളർന്നോ, എന്തു ഭംഗിയായിരിക്കും ഇപ്പം എൻ്റെ കുഞ്ഞിനെ കാണാൻ, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉദ്ധവർ പറയുകയാണ്, എല്ലാം പഠിച്ചു, സാന്ദീപനി മുനിയായിരുന്നു ഗുരുനാഥൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഗുരുദക്ഷിണയായിട്ട് ഗുരുവിൻ്റെ പുത്രനെ തിരിച്ചേൽപ്പിച്ച ആ കഥയുമൊക്കെ വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദഗോപരും യശോദയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് അവരിതൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്. അതിനുശേഷം ഉദ്ധവർ ഗോപികളെ കാണണം എന്ന് നിശ്ചയിക്കുകയാണ്. അവരോടും ചില കാര്യങ്ങളൊക്കെ പറയണം എന്ന് കൃഷ്ണൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. നന്ദഗോപരുടെ ഗൃഹത്തിൻ്റെ മുമ്പിലായിട്ട് ഒരു കൊടി വെച്ച ഒരു രഥം കിടക്കുന്നത് ഇവർ കാണുന്നു. അപ്പോൾ അവർ പറയുകയാണ്, പണ്ട് അക്രൂരൻ വന്ന് ഇതുപോലൊരു രഥത്തിലാണ് പണ്ട് അക്രൂരൻ എന്ന ദുഷ്ടൻ ഇവിടെ വന്നത്, എന്നിട്ട് നമ്മുടെ കൃഷ്ണനെയും അടിച്ചുകൊണ്ട് പോയി. ഇനി ഇതാരാണാവോ വന്നിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഇവർ പരസ്പരം ചോദിച്ചുകൊണ്ട് ഇവർ നന്ദഗോപരുടെ വീടിൻ്റെ മുമ്പിലേക്ക് വന്നു. അങ്ങനെ വന്ന അവരെ കണ്ടപ്പോൾ ഉദ്ധവർ അവരോട് പറഞ്ഞത് എന്താണ്? അവരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? പുണ്യവതികളായ ഭക്തകളെ എന്നാണ് അഭിസംബോധന ചെയ്തത്. കാരണം ഉദ്ധവർക്ക് മനസ്സിലാകുന്നുണ്ട്, പരമഭക്തകളാണ് ഈ ഗോപസ്ത്രീകളെന്ന്. അവരെന്തിനു വേണ്ടിയിട്ടാണ് കൃഷ്ണനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കതിനൊരു ഉത്തരമില്ല. സാധാരണ ഭക്തർ അവരവരുടെ ലൗകികപരമായ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കും. പക്ഷേ ഇവർക്ക് അങ്ങനെ യാതൊരു ആവശ്യവുമില്ല. അവർക്കങ്ങ് ഭക്തിയൊന്നുമല്ല, അങ്ങ് സ്നേഹമാണ്. അവർക്ക് അവരുടെ ജീവൻ്റെ ജീവനാണ്, അവർ തന്നെയാണ് കൃഷ്ണൻ. അവർക്കിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി, വേറൊന്നും അവർക്ക് വേണ്ട, അത്ര സ്നേഹമാണ്. അതുകൊണ്ടാണ് പുണ്യവതികളായ ഭക്തകളെ എന്ന് വിശേഷിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കൃഷ്ണൻ, അദ്ദേഹം ഗോപികാരമണനാണ്, ഒരിക്കലും നിങ്ങളെ അദ്ദേഹം മറക്കുകയില്ല. അദ്ദേഹം ഉടനെ തന്നെ നിങ്ങളെ എല്ലാവരെയും വന്ന് കാണും. അദ്ദേഹത്തിന് അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ടുന്ന ചില ജോലികളൊക്കെ അവിടെയുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വരാത്തത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുന്നു. എന്നിട്ട് കൃഷ്ണൻ ഈ ഗോപികളോട് പറയാൻ വേണ്ടി കൊടുത്തുവിട്ട ഒരു സന്ദേശം ഉദ്ധവരുടെ കയ്യിലുണ്ട്. ആ സന്ദേശം ഉദ്ധവർ അവരെ വായിച്ചു കേൾപ്പിക്കുന്നു. അത് ഇപ്രകാരമാണ്. എന്താണത്? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപ സുന്ദരികളെ, നിങ്ങൾ ഒരിക്കലും എന്നെ ഓർത്ത് സങ്കടപ്പെടരുത്. സദാസമയവും ഞാൻ നിങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സിൽ സദാ കളിയാടുന്നത് നിങ്ങളുടെ നിഷ്കളങ്കമായ മുഖങ്ങളാണ്. സദാസമയവും എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നത് നിങ്ങളുടെ സംഭാഷണങ്ങളാണ്. നാം ഒന്നിച്ചു നടത്തിയ രാസക്രീഡയെ എനിക്ക് മറക്കുവാൻ സാധിക്കുമോ? വൃന്ദാവനത്തെയും കാളിന്തിയെയും ഗോപസ്ത്രീകളെയും മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. എൻ്റെ ഓടക്കുഴൽ ഇന്ന് മൂകമാണ്. നിങ്ങൾക്ക് മനസ്സിന് ആനന്ദം വളർത്തുന്നതിനാണ് ഞാൻ ആ മുരളീനാദം ഉതിർത്തുകൊണ്ടിരുന്നത്. എന്ന് വൃന്ദാവനത്തിൽ വന്ന് ഗോപാംഗനകളുമായി വിഹരിക്കുന്നുവോ അന്നു മാത്രമായിരിക്കും എൻ്റെ ഓടക്കുഴലെടുത്ത് ഞാൻ ഊതുന്നത്. നിങ്ങൾ സമാധാനപ്പെടുക. ഞാൻ ഉടൻ തന്നെ വന്ന് നിങ്ങളെ എല്ലാവരെയും കണ്ടുകൊള്ളാം. ഞാൻ ഉടനെ വരാത്തതിൻ്റെ കാരണം ഉദ്ധവർ നിങ്ങളെ ധരിപ്പിക്കും. എന്നോട് പരിഭവം തോന്നരുത്. നിങ്ങൾ എനിക്ക് മാപ്പു നൽകണം എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം കൃഷ്ണൻ. ഹരേ കൃഷ്ണ.
കൃഷ്ണൻ ആരോടാണ് മാപ്പ് ചോദിച്ചിരിക്കുന്നത്? തൻ്റെ പരമഭക്തകളോട് കൃഷ്ണൻ മാപ്പ് ചോദിച്ചിരിക്കുന്നു. ഇനി ഉദ്ധവര് ചില കാര്യങ്ങൾ ഗോപസ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതെന്താണ്? ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നും അവനെന്നും ഇവനെന്നും നീയെന്നും ഇങ്ങനെ ഭേദങ്ങൾ തോന്നുന്നത് വെറും മിഥ്യയാണ്, മായയാണ്. ഈ മായ അകലുമ്പോൾ രണ്ടെന്നുള്ള ഭാവം മാറുന്നു. അപ്പോൾ ഞാനുമില്ല, നീയുമില്ല, ഒന്നു മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. മായ കൊണ്ട് പലതായി നാം കാണുന്നു. ഒരു വസ്തു കണ്ണാടിയിൽ പ്രതിബിംബിക്കുമ്പോൾ രണ്ടായി തോന്നുന്നു. കണ്ണാടി അകലുമ്പോൾ വീണ്ടും അതൊന്നാകുന്നു. അതുപോലെ മായയാകുന്ന കണ്ണാടി അകലുമ്പോഴെല്ലാം ഒന്നായി തന്നെ തീരുന്നു. ആയതിനാൽ നിങ്ങളും കൃഷ്ണനും ഒന്നിൻ്റെ ഭേദങ്ങളാണ് എന്ന് ധരിച്ചു കൊള്ളുക. ഗോപികളെന്നാൽ കൃഷ്ണൻ, കൃഷ്ണൻ എന്നാൽ ഗോപികൾ. കൃഷ്ണനിൽ എപ്പോഴും ഗോപികളുണ്ട്, ഗോപികളിൽ എപ്പോഴും കൃഷ്ണനുണ്ട്. ഇങ്ങനെ ഉദ്ധവർ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അവർക്ക് സന്തോഷമായി. അവരുടെ മനസ്സിൽ ബാധിച്ചിരുന്ന അന്ധകാരം അതോടുകൂടി മാറി. കൃഷ്ണൻ അവരുടെ കൂടെ ഉണ്ട് എന്ന് അവർ ശക്തമായി വിശ്വസിച്ചു. അങ്ങനെ അവരുടെ മനസ്സിൽ ബാധിച്ചിരുന്ന ഇരുട്ടെല്ലാം അകന്ന് അവർ കൂടുതൽ പുണ്യവതികളും ഭക്തകളുമായി മാറി. അതിനുശേഷം ഉദ്ധവര് എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ച് തിരിച്ച് മധുരയിലേക്ക് പോയി. മധുരയിൽ ഉദ്ധവരെത്തി എന്ന് കണ്ടപ്പോൾ നമ്മുടെ കണ്ണൻ ഓടി വരികയാണ് ഉദ്ധവരെ കാണാനായിട്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഉദ്ധവരെ, ഗോകുലത്തിൽ എന്തുണ്ട് വിശേഷം? സർവ വിവരങ്ങളും എന്നോട് വേഗം തന്നെ പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും, അവിടെ നടന്ന സകല കാര്യങ്ങളും വിസ്തരിച്ചു തന്നെ ഉദ്ധവര് പറഞ്ഞു കേൾപ്പിച്ചു. അതുപോലെ വൃന്ദാവനത്തിൽ നിന്ന് ഉദ്ധവര് മടങ്ങുന്ന സമയത്ത് ഗോപസ്ത്രീകൾ അവരുടെ കയ്യാൽ കെട്ടിയുണ്ടാക്കിയ നല്ല മാലകൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ മാലകൾ കൃഷ്ണൻ്റെ കയ്യിലേക്ക് ഉദ്ധവര് കൊടുക്കുന്നു. അപ്പോൾ തന്നെ അത് മേടിച്ച് കഴുത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ആവേശത്തോടു കൂടി കൃഷ്ണൻ തൻ്റെ കഴുത്തിൽ അത് അണിയുന്നു. അതുപോലെ യശോദ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് കൊടുത്തു വിട്ടത്? വെണ്ണ. ഒരു വെള്ളിപ്പാത്രത്തിൽ വെണ്ണ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ മഞ്ഞപ്പട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആർത്തിയോടുകൂടി ആ വെള്ളിപ്പാത്രം തുറന്നിട്ട് രണ്ട് കൈകൊണ്ടും ഇങ്ങനെ കുത്തനെ വെണ്ണ വാരി വായ്ക്കകത്തേക്ക് ആർത്തിയോടുകൂടി, ഇതുവരെ വെണ്ണ കണ്ടിട്ടില്ല എന്നുള്ള തോന്നലിൽ ആർത്തിയോടുകൂടി, കാണുന്നവരങ്ങനെയാണ് വിചാരിക്കുന്നത്, അയ്യോ ഇതുവരെ വെണ്ണ കഴിച്ചിട്ടില്ലേ, ഇത്ര കൊതിയാണോ, അങ്ങനെ തോന്നും. അത്ര ആർത്തിയോടുകൂടി അമ്മ കൊടുത്തുവിട്ട ആ വെണ്ണ ഇങ്ങനെ കുത്തി വാരി കഴിക്കുകയാണ്. എന്നിട്ട് അച്ഛനും അമ്മയും കൂടെ കൊടുത്തുവിട്ട ആ മഞ്ഞപ്പട്ടെടുത്ത് പെട്ടെന്ന് തന്നെ ഉടുത്തു. അപ്പോൾ ഗോപബാലന്മാർ അവർ കൊടുത്തു വിട്ടിരുന്നു. എന്താണ്? അവരും കുറേ മാലകൾ കൊടുത്തു വിട്ടിരുന്നു. ആ മാലകളെല്ലാം എടുത്ത് എന്ത് ചെയ്തു? തലയിൽ ചൂടി. എന്നിട്ട് അവർ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആര്? ഗോപബാലന്മാർ. അതുമൊക്കെ എടുത്ത് ആർത്തിയോടുകൂടി ഭക്ഷിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആര് നിൽക്കുകയാണ്? ഉദ്ധവര്. ഉദ്ധവരുടെ മനസ്സിൽ അപ്പോൾ എന്താണ് തോന്നുന്നത്? എൻ്റെ കൃഷ്ണ, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇതെന്തൊരു സ്നേഹമാണ്, എന്തൊരു ഭക്തിയാണ് നിനക്ക്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാം നിൻ്റെ മായ തന്നെ എന്ന് വീണ്ടും പറഞ്ഞ് മനസ്സിനെ ആശ്വസിപ്പിക്കുന്നു. ഉദ്ധവർക്ക് വലിയ സന്തോഷമായി.
ഉദ്ധവർ താണു തൊഴുത് നമസ്കരിച്ചു കൃഷ്ണനെ. ഇതാണ് ഉദ്ധവ ദൂത്, ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ഉദ്ധവ ദൂത്. ഇവിടെ ഭക്തർക്കുള്ള സ്നേഹവും ഭക്തരോടുള്ള സ്നേഹവും അതാണ് ഏറ്റവും പ്രധാനം. ഭക്തരോടുള്ള സ്നേഹം കൃഷ്ണൻ്റെ അതിഭയങ്കരമാണ്. ഭഗവാൻ എപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. എനിക്കെൻ്റെ ഭക്തരെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഭക്തരെ സ്നേഹിക്കുന്നവരെ എനിക്ക് അതിലും ഇഷ്ടമാണ്. കാരണം എൻ്റെ ഭക്തർക്ക് ഒരാപത്തും വരരുത്. അവരെ സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇക്കാര്യം അറിയാം പലർക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ, മഹാക്ഷേത്രങ്ങളിൽ ഈ സേവ ചെയ്യാനായിട്ട് ധാരാളം ആളുകൾ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ തിരുപ്പതി പോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ സേവ ചെയ്യാനായിട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വരും. അതിങ്ങനെ വർഷങ്ങൾ ബുക്കിംഗാണ്, നറുക്കിട്ടൊക്കെയാണ് എടുക്കുന്നത്. കാരണം അത്ര ബുക്കിംഗാണ്. ഇത് കാശൊന്നും മേടിച്ചിട്ടല്ല അവർ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഓറഞ്ച് കളറിലെ സാരിയൊക്കെ ഉടുത്തിട്ട് അവരവിടെ നിന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നത്. അവർ ക്ഷേത്രത്തിനുള്ളിൽ കയറി ഭഗവാനെ തൊഴുന്നൊന്നുമില്ല, നമ്മളത് കാണുന്നുണ്ട്. കാരണം അവർക്ക് ജോലിയാണ്. അവർ നമ്മൾ അന്നദാനത്തിന് പോകുന്ന സമയത്ത് ആഹാരം വിളമ്പി തരുന്നു, അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നു, ബാത്റൂം ക്ലീൻ ചെയ്യുന്നു, ക്യൂ ശരിയാക്കി വിടുന്നു, നമ്മുടെ അമ്പലവും അതിൻ്റെ പരിസരങ്ങളും എല്ലാം വൃത്തിയാക്കുന്നു. അവരിങ്ങനെ അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളാണ് 1000 2000 ഒക്കെ കൊടുത്ത് ക്യൂ നിൽക്കാതെ പെട്ടെന്ന് ഭഗവാന്റെ മുമ്പിലേക്ക് പോയി നിന്ന് കണ്ടു, ഞാൻ ഭഗവാനെ കണ്ടു, 1000 കൊടുത്തു, 2000 കൊടുത്തു, 10000 കൊടുത്തൊക്കെ പോയി ഇങ്ങനെ നിന്ന് തൊഴുതിട്ട് വലിയ കേമന്മാരും കേമികളുമായിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പം ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ ബാത്റൂം കഴുകിക്കൊണ്ട് നിൽക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെന്താണ് ചെയ്യുന്നത്? അവർ കൃഷ്ണനെ അറിഞ്ഞവരാണ്. കാരണം അവർക്കറിയാം ഭഗവാൻ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ ഭക്തരെ സേവിക്കുന്നവരെ, അവരെ സേവിക്കുന്നവരെ. അങ്ങനെ ഒരു 7 തവണയൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭക്തരുടെ 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 ഇങ്ങനെയാണ് പറയുന്നത് ഭഗവാൻ. അത്ര ഇഷ്ടമാണ് ഭഗവാന്. കാരണം എൻ്റെ ഭക്തർക്ക് ഒരു കുറവും ഉണ്ടാകരുത്. അവരെ സ്നേഹിക്കുന്നവരെ ഞാൻ അതിനേക്കാട്ടി കൂടുതൽ സ്നേഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 7ാമത്തെ തവണയൊക്കെ ഉള്ള ആളുകളെ അത്ര ഭയങ്കരമായിട്ട് ഭഗവാൻ സ്നേഹിക്കും. കാരണം അത്രയ്ക്ക് കരുണാമൂർത്തിയാണ് ഭഗവാൻ. സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ആളാണ് ഭഗവാൻ. അത്ര കാരുണ്യമൂർത്തിയാണ്. അതുകൊണ്ടാണ് ഈ ഗോപസ്ത്രീകളുടെ സ്നേഹം. അവരെന്തിനു വേണ്ടിയിട്ടാണ് കൃഷ്ണനെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? പരമപവിത്രകളാണ് അവർ. എല്ലാം മറന്നവർ ഭഗവാനെ സ്നേഹിക്കണം. അവർക്ക് എന്താ വേണ്ട? അവർക്കൊന്നും വേണ്ട. കൃഷ്ണനെ കൊണ്ട് എന്താണ് അവർക്ക് ആവശ്യം? അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും വേണ്ട അവർക്ക്. അവർക്ക് കൃഷ്ണൻ്റെ സ്നേഹം മാത്രം മതി. അവരുടെ കൂടെ എപ്പോഴും വേണം. അവർക്ക് വർത്തമാനം പറയാനും തമാശ പറയാനും കളിക്കാനും വഴക്കിടാനും ഒക്കെ അവർക്ക് എപ്പോഴും കൃഷ്ണനെ വേണം. അതാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറയുന്നത്, ഭഗവാൻ ആരാണ്? ഗോപികാരമണനാണ്. ഓരോ ഗോപസ്ത്രീകളുടെയും സ്വന്തമാണ് ഭഗവാൻ. എങ്ങനെയാണോ നാം ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന സമയങ്ങളിലൊക്കെ നമുക്കൊരു കൂട്ടുകാരനായിട്ടും, പൂന്താനം തിരുമേനി പറഞ്ഞതുപോലെ കുഞ്ഞായിട്ടും, അല്ലേ, മക്കളില്ലാത്ത ആളുകൾ, ഉണ്ണികൃഷ്ണൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ കണ്ണനെ സ്വന്തം മകനായിട്ട് കണ്ട് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. ഒറ്റപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് ഒരു കൂട്ടുകാരനാണ്, അല്ലെ, അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അവർക്കൊരു കൂട്ടുകാരനാണ്. അങ്ങനെ നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് വരാനായിട്ട് ഭഗവാന് വലിയ ഇഷ്ടമാണ്. ഭഗവാൻ ഒന്ന് മാത്രം മതി, കളങ്കമില്ലാത്ത സ്നേഹം. നമ്മൾ സ്നേഹിച്ചാൽ 1000 മടങ്ങ് 10000 മടങ്ങ് കൂടുതൽ സ്നേഹം ഭഗവാൻ നമുക്ക് തരും. അത്ര കാരുണ്യമൂർത്തിയാണ് ഭഗവാൻ. നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങളെങ്ങനെയാണ് ഭഗവാനെ കാണുന്നത് എന്ന് നിങ്ങൾ കമൻ്റ് ഇടും. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ, നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒന്നും കേൾക്കാൻ ആരുമില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ, ഭഗവാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. കാരണം ഭഗവാനോട് നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളുമൊക്കെ ധൈര്യമായി പറഞ്ഞുകൊള്ളുക. മനുഷ്യനോട് പറയുമ്പോൾ അവരെങ്ങനെ നമ്മളോട് പ്രതികരിക്കും, നമ്മളെ ഏത് രീതിയിൽ അവർ സമീപിക്കും എന്നൊന്നും ഇക്കാലത്ത് നമുക്ക് വിശ്വസിച്ച്
പറയാൻ പറ്റില്ല. കാരണം ഒരാൾക്കൊരു വിഷമമുണ്ട്, എൻ്റെ സങ്കടമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഒരു കൂട്ടുകാരിയോടോ കൂട്ടുകാരനോടോ നമ്മുടെ ഒറ്റപ്പെടൽ കാരണം ഒരു സുഹൃത്തായി നമ്മൾ അവരെ കണ്ടാൽ പലപ്പോഴും കുറച്ച് കഴിയുമ്പം അവർ നമ്മളെ ദുരുപയോഗപ്പെടുത്തുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ധാരാളം അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. നമ്മുടെ ഒരു സങ്കടങ്ങൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സങ്കടങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരില്ലാതിരിക്കുന്ന സ്ത്രീകളുടെ അടുത്തേക്കൊക്കെ പുരുഷന്മാർ സ്നേഹവാക്കുകളും സ്വാന്തന വാക്കുകളുമൊക്കെയായിട്ട് കടന്നു വന്നിട്ട് ഭർത്താവിൽ നിന്നും ലഭിക്കാത്ത കരുതലുകളൊക്കെ നമുക്ക് തരും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് അത് ചതിയായിരുന്നുവെന്ന്. അപ്പോഴേക്കും പലതും നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട് പോവുകയും ചെയ്യും. അങ്ങനെയുള്ള അവസരങ്ങളിലൊന്നും ചെന്ന് നമ്മൾ ചാടരുത്. ഏത് അവസ്ഥയിലും നിങ്ങൾക്ക് ആരെയാണോ ആവശ്യം, ആ ആളുടെ രൂപത്തിൽ നിങ്ങൾ കൃഷ്ണനെ കണ്ടുകൊള്ളുക. കൂട്ടുകാരനായിട്ടോ സഹോദരനായിട്ടോ ഭർത്താവായിട്ടോ അച്ഛനായിട്ടോ കുഞ്ഞായിട്ടോ ഒക്കെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഒരിക്കലും ചതിക്കില്ല. മനുഷ്യനല്ല, ഈ കലിയുഗത്തിലെ മനുഷ്യനെ പോലെയല്ല. വിശ്വസിക്കാം, ഉറച്ചു വിശ്വസിക്കാം. ആപത്തിൽ കൊണ്ടുവന്ന് ചാടിക്കില്ല. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.